തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ചതുരം വിട്ട് ചിന്തിക്കുക. നമ്മൾ ചക്രച്ചാലിൽ പെടരുത്. TCAയിലെ മൂന്നാമത്തെ പ്രമാണം ക്രിയേറ്റിവിറ്റി അഥവാ സ്വാതന്ത്ര്യം എപ്പോഴും പരിധികൾക്കുള്ളിലാണ്. ഈ പരിധികളെ വേണമെങ്കിൽ വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന ആക്സിയം ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഹാവ് പ്രീസീഡൻസ്. ആ വാക്ക് PRECEDENCE. പ്രീസീഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോടതിയിലാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കോടതിയിലും സർക്കാർ ഓഫീസിലുമാണ്. അങ്ങനെ ഒരു പ്രീസീഡൻസ് ഇല്ലല്ലോ. മുൻ അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? അവയ്ക്ക് മുൻഗണന കൊടുക്കണം. കൈകാര്യം ചെയ്യുകയാണെന്നതിന് പകരം ശലഭ പരിണാമം പോലെ മാനവ പരിണാമം. ഇങ്ങോട്ട് നോക്കാം. ഇത് പ്യൂപ്പ ഘട്ടമാണ് കേട്ടോ. പുഴു എങ്ങനെ ശലഭമാകുന്നു? പ്യൂപ്പ ഘട്ടത്തിൻ്റെ തുടക്കത്തിൽ, അതായത് പുഴുവായി കഴിഞ്ഞ് എന്താ പുഴു ചെയ്യുക? ആദ്യമേ പിറന്നു വീണ ഇലയെന്ന് തിന്നും. അത് കഴിഞ്ഞിട്ട് എത്തിപ്പിടിക്കാവുന്ന ഇലകൾ മുഴുവൻ തിന്നും. അതിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 100 ഇരട്ടി വെയിറ്റ് ഇല ആഹരിക്കും. അത് കഴിയുമ്പോൾ അനങ്ങാൻ വയ്യാതാവും. ഒരു തീറ്റിപ്പണ്ടാരമാണ്. പിന്നെന്ത് ചെയ്യും? എവിടെയെങ്കിലും കുളിച്ച് കിടക്കും. എന്നിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ദ്രാവകം ഉപയോഗിച്ചുകൊണ്ട് ഒരു നൂലാക്കി അതിങ്ങനെ സ്പിൻ ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് കൊക്കൂൺ ഉണ്ടാക്കുന്നത്. ആ കൊക്കൂണിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നോക്കിക്കേ, അതിൻ്റെ അകത്ത് സെല്ലുകൾ മുഴുവനും 100% കാറ്റർപില്ലർ സെല്ലുകളാണ്, പുഴു സെല്ലുകളാണ്. അങ്ങനെയാണ് ആയിരിക്കേണ്ടത്. പുഴുവിൻ്റെ ഉള്ളിൽ പുഴു സെല്ലുകൾ, നമ്മുടെ ഉള്ളിൽ ഹ്യൂമൻ സെൽസ്. പക്ഷേ പ്യൂപ്പ സ്റ്റേജിലേക്ക് കടന്നു കഴിയുമ്പം ഒരു വിസ്മയം. ഞാൻ പറയും, ഇത് പ്രപഞ്ചത്തിലെ അതീവ വിസ്മയങ്ങളിൽ ഒന്നാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന കാര്യം. അതുവരെ ഇവരിൽ ചിലർ ഡോർമെൻ്റ് ആയിരുന്ന ചിലർ അവരുടെ തനിനിറം പുറത്ത് കാണിക്കുന്നു. ആ സ്റ്റേജിൽ അവരെയാണ് ഇത് ചോപ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. അവരുടെ പേര് ഇമാജിനൽ എന്നാണ്. ഇമാജിനൽ സെല്ലുകൾ. ഈ കറുപ്പുകൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന 98% ജനിതക രേഖ ഭാവിയിൽ പുഴു ഉണ്ടാകാനുള്ളതാണ്. പക്ഷെ ഇവരുടെ ജനിതക രേഖ ഭാവിയിൽ ചിത്രശലഭം ഉണ്ടാകാനുള്ളതാണ്. ഇത്രയും ഒരു മൈനോറിറ്റി ഇതിനകത്ത് വന്നു പെട്ടാൽ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ശരീരത്തിനൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പനി വരും. എന്താ പനിയുടെ അർത്ഥം? ഫൈറ്റ് നടക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ റെഡ് കോർപ്പസൽസും വൈറ്റ് കോർപ്പസൽസും ഒക്കെ തമ്മിലുള്ള ആൻറ്റിബോഡീസ്. ഇതിനെന്താ ഒരു വാക്കുള്ളത്? ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം സജീവമാകുന്നു. ഇതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം സജീവമാകുമ്പോൾ ഈ കാറ്റർപില്ലർ സെല്ലുകൾ ഈ മൈനോറിറ്റിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവർ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് അവരിൽ 100 തൊട്ട് കളിച്ചാൽ ഉടനടി അവർ പെരുകി 1000 ആവും. 1000 തൊട്ട് കളിച്ചാൽ 10,000 ലക്ഷം. അങ്ങനെ ഇവരങ്ങോട്ട് പെരുകുന്നു. ഇമാജിനൻസ് പെരുകി നോക്കിയേ. പുഴുവിൻ്റെ ശരീരം മുഴുവനും അവർ ആധിപത്യം സ്ഥാപിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ജനിതക രേഖ ശലഭമാകാനുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പുറത്തു വരുന്നത് ശലഭം. ഇതാണ് the biology of metamorphosis. The biology of ശലഭ പരിണാമത്തിൻ്റെ ജീവശാസ്ത്രമാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് അങ്ങനെ എഴുതാം, the biology of metamorphosis.
എന്തോ സൈനബ, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞല്ലോ. അത് സ്വാതന്ത്ര്യം എപ്പോഴും പരിധികൾക്കുള്ളിലാണ്, പരിധികളെ വേണമെങ്കിൽ വികസിപ്പിക്കാവുന്നേ ഉള്ളൂ എന്ന TCIയുടെ 3ാമത്തെ പ്രമാണമാണ്. ആദ്യത്തെ പ്രമാണം ഒരുപോലെ രണ്ട് മനുഷ്യരില്ല, എന്നാൽ എല്ലാവരും ഒരുപോലെയാണ് എന്നതാണ്. ഓരോരുത്തരും യുണീക്കാണ്, പക്ഷേ പരസ്പരം ആശ്രയിക്കുന്നവരുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. 2ാമത്തെ ആക്സിയം എല്ലാ ജീവജാലങ്ങളും ആദരവ് അർഹിക്കുന്നുവെന്നാണ്. ആദരവിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രമേ വളർച്ച സംഭവിക്കുകയുള്ളൂ. അപ്പോൾ 3 ആക്സിയമും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? മനസ്സിലായോ? അതിനുശേഷം ശലഭ പരിണാമം പോലെ മാനവ പരിണാമം എന്ന കാര്യം പരാമർശിക്കുന്നതിനിടയ്ക്കാണ് കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ ഇടയായത്. അപ്പോൾ പിന്നെ അതൊന്ന് ചെയ്തു നോക്കിയാലോ? കൃഷ്ണൻ ചൊല്ലുന്ന വചനം വിനീതയാണ് പറയാൻ പോകുന്നത്. പ്യൂപ്പയ്ക്കുള്ളിലെ പുഴുസെല്ലുകളും ഇമാജിനൽ സെല്ലുകളും തമ്മിലുള്ള യുദ്ധം, അതാണ് കുരുക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കാനിടയായത്. വെറും 5 പേരടങ്ങുന്ന ഇമാജിനൽസ് 100 പേരെ എങ്ങനെ നേരിട്ടു എന്നതാണ് അത് കാണിക്കുന്നത്. വെറും 2% വരുന്ന ഇമാജിനൽ സെൽസ് പുഴുസെല്ലിനെ കീഴടക്കി മനോഹരമായ ചിത്രശലഭം രൂപം കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മളും ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് TCI മെത്തഡോളജി ഉപയോഗിക്കാം. യുദ്ധത്തിൽ ആശങ്കയാൽ ഉഴലുന്ന അർജുനന് ഉപദേശവുമായി ശ്രീകൃഷ്ണൻ. കർമ്മണ്യേവാധികാരസ്ഥം മാ ഫലേഷു കഥാചന ഹേതുർഭൂതേ മാ തേ സുഖേസ്തു കർമ്മണി. അർജുന, കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. അതിൻ്റെ ഫലം എന്തു തന്നെയായാലും അതിൽ പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കുക. നല്ലതോ ചീത്തയോ ആയ പദങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടാതിരിക്കുക. ഫലങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം കടമ എന്ന നിലയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് നിസ്വാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ഓക്കെ. സൈനപ്പ, പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അലസോരപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഗാഢമായ ഉൾപ്പെടലുകൾ ഉണ്ടെങ്കിൽ അവയെ ആദ്യം കൈകാര്യം ചെയ്യണം. ഇതാണ് TCIയുടെ 2 പോസ്റ്റ്ലേറ്റിൽ 2ാമത്തേത്. 1ാമത്തേത് ബി യുവർ ഓൺ ചെയർപേഴ്സൺ. ജീവിതം സദാസമയം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ലുക്ക് ഇൻസൈഡ്, ലുക്ക് ഔട്ട്സൈഡ്, ദെൻ ഡിസൈഡ്. എടുത്ത തീരുമാനത്തിന് ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് ഓർമ്മിക്കുക. തിരിച്ചു വരുമ്പോൾ എൻ്റെ ചിന്ത ഹൗ ക്യാൻ ഐ ബിക്കം ആൻ ഇമാജിനൽ? എങ്ങനെയാണ് എനിക്ക് ഒരു ഇമാജിനൽ ആയിത്തീരുക എന്നതായിരുന്നു. സഹജീവികളോടുള്ള കരുതൽ, നീതിബോധം, സത്യസന്ധത,
ഒഴുക്കിനെതിരെ നിലപാട്, ഇതൊക്കെ എടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മിലുള്ള പുഴുപ്രവണത കഴിയുന്നതും ഒഴിവാക്കിക്കൊണ്ട് ശലഭപ്രവണതയിലേക്ക് നമുക്കുയരാം. അടുത്ത ക്ലാസ്സിന് സൈനബ തീർച്ചയായും വരില്ലേ? നമുക്ക് അവിടെ വെച്ച് ഒരുമിച്ച് കാണാം.